കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 5 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിഷൻ എഫക്റ്റിന് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആക്ഷൻ എഫക്ട്സ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇവയിൽ നിന്നും ആക്സിലറേഷൻ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ആക്സിലറേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത രീതികളിലുള്ള 6 എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവയിൽ നിന്നും ഓരോ പോയിന്റുകളിലേക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഏതൊരു എഫക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ നമുക്ക് മൂന്നാമത്തെ ഈ എഫക്റ്റ് നൽകാം. എല്ലാ എഫക്റ്റുകളുടെയും ആനിമേഷൻ സ്പീഡ് 1.5 തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. ഈ എഡിറ്റിംഗിൽ എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലും മൂന്നാമത്തെ ഈ എഫക്റ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിനായി അപ്ലൈ ടു ഓൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ പോയിന്റുകളിലേക്കും മൂന്നാമത്തെ എഫക്റ്റ് അപ്ലൈഡ് ആയിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഇമേജ് ലെയറുകളുടെ എൻഡിങ്ങിന് സമമായി എക്സ്റ്റെൻഡ് ചെയ്തോ ട്രിം ചെയ്തോ വെക്കുക. എഡിറ്റിംഗിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഈ എഡിറ്റിംഗിന്റെ ബാക്ക്ഗ്രൗണ്ടിലായി ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോ കൊളാഷ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കൈൻമാസ്റ്റർ ക്ലോസ് ചെയ്ത് ഫിൻച്ച് ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫിൻച്ച് ഓപ്പൺ ചെയ്യുക. സ്റ്റാർട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ഫോട്ടോ കൊളാഷിലേക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി സെലക്ട് ചെയ്യുക. എല്ലാ ഇമേജുകളും സെലക്ട് ചെയ്തുവെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ഷേപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഷേപ്പ് കളക്ഷൻസ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്യുക. നാം സെലക്ട് ചെയ്ത എല്ലാ ഇമേജുകളും ഒരു സ്ക്വയർ ഷേപ്പിനുള്ളിലായി അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. അഡ്ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോട്ടോയുടെ സൈസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോട്ടോകളുടെ ഇടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആക്യുറസി ലെവൽ 0 ആക്കി മാറ്റുക. ഓക്കെ കൊടുക്കുക. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ കൊളാഷ് സേവ്ഡ് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കൈൻമാസ്റ്ററിലേക്ക് തിരികെ എത്താം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫിൻച്ച് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ കൊളാഷ് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഫോട്ടോ കൊളാഷ് ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ട വിധം എൻലാർജ് ചെയ്ത് വെക്കുക. ഇവിടെ നാം ഹൊറിസോണ്ടലായി 3ഉം വെർട്ടിക്കലായി 6 ഫ്രെയിമും വരുന്ന രീതിയിലാണ് ഫോട്ടോ കൊളാഷ് എൻലാർജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൈൻമാസ്റ്റർ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക. മുകളിലത്തെ 2 ലെയറുകളുടെ ഡ്യൂറേഷനും ഈ വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. കർസർ ഈ ഇമേജ് ലെയറിന്റെ മീനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ആനിമേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്യുന്നതിന് ഈ ആനിമേഷൻ കീയിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ഇവിടെ നിന്നും പതിയെ മൂവ് ചെയ്യിച്ച് ഇമേജ് ലെയറിന്റെ എൻഡിങ്ങിൽ കൊണ്ടുവന്ന് വെക്കുക.
സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് ലെയർ ഏറ്റവും താഴത്തെ ഇമേജുകളിൽ എത്തുന്ന രീതിയിൽ പതിയെ മുകളിലേക്ക് ഉയർത്തി വെക്കുക. കർസർ ഈ വീഡിയോ ലെയറിന്റെ ബീനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ആനിമേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്യുന്നതിന് ഈ ആനിമേഷൻ കീയിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ഇവിടെ നിന്നും പതിയെ മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ലെയറിന്റെ ഏകദേശം മധ്യഭാഗത്തായി നിർത്തുക. സ്ക്രീനിൽ നിന്നും ലെയറിൽ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ റൈറ്റ് സൈഡിലേക്ക് ഒരൽപ്പം ചെരിച്ചു വെക്കുക. കർസർ ഇവിടെ നിന്നും വീണ്ടും മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ലെയറിന്റെ അവസാന ഭാഗത്തായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ലെയറിൽ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിച്ചു വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ മ്യൂസിക് ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.